നീ അനുവാദം നൽകല്ല തമ്പുരാനെ. ഞങ്ങളുടെ മരണത്തിനു മുമ്പേ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട ശുദ്ധ ഹൃദയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ഹൃദയദർപ്പണത്തിൽ നിന്റെ ഹബീബിൻ്റെ തിരുമുഖം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ലിഖായിനെ കൊതിച്ചുകൊണ്ടല്ലാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നീ പാപരഹിതമായൊരു ശുദ്ധ ജീവിതം നൽകണേ അല്ലാ. പാപികളാകുന്നൊരവസ്ഥയിൽ ഞങ്ങൾക്ക് മരണം എത്തല്ല തമ്പുരാനെ. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടൊരവസ്ഥയിൽ നിന്റെ പരിശുദ്ധമായ മാപ്പിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും അവസ്ഥയിൽ ശുദ്ധമായ ഹൃദയത്തോടെ അല്ലാതെ നിന്നെ കാണാനുള്ളൊരവസരം വരുത്താത്ത വിധം നാഥാ നീ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് സഹോദരന്മാർ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകം മക്കളുടെ ജോലിയിൽ വിസയുടെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ദുആ എടുക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ മകൻ ഗൾഫിലാണ്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെയുള്ള വിഷയങ്ങളിലെല്ലാം രക്ഷപ്പെടാൻ ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ ഒരു സഹോദരി ഒരു മാതാവ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഹാള് കൃത്യമായി വലിയ കാര്യമായ പ്രതിഫലം വാങ്ങാതെ തന്നെ തന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ ഈ പരിശുദ്ധമായ സംവിധാനത്തിന് സഹായിച്ചവരെല്ലാവരും, അല്ലാഹുവേ നീ അവരെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയുന്ന റബ്ബേ, എല്ലാ സതുദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കണേ അല്ലാ. എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. സതുദ്ദേശങ്ങളെ പൂർത്തിയാക്കണേ അല്ലാ. റഹ്മാനുർ റഹീമിനായ റബ്ബേ, ഞങ്ങളൊക്കെ പാപികളാണ്, ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഈ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ തന്നെ പ്രഗത്ഭരായ അതിലെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവർ, അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. ഇവിടെ ഇങ്ങോട്ട് വരാനാവാതെ രോഗികളായി തന്നെ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്ക് ഈ സദസ്സിൻ്റെ പുണ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൻ്റെ പുണ്യം കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്തും ആഫിയത്തും നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ റഹ്മാനെ മഗ്ഫിറത്തു നൽകണേ അല്ലാ. സ്വർഗീയമായവരുടെ ബർസഖിയായ ജീവിതത്തെ മാറ്റണേ റബ്ബേ. പ്രിയപ്പെട്ട സലാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ യാത്രകൾക്കിടയിൽ വന്നാൽ ഒരു പൂനിലാവ് പോലെ ചിരിച്ചിരുന്നൊരു ഉമ്മയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ജമാഅത്തിന് പോയിരുന്നൊരു പിതാവുണ്ട്. റബ്ബേ, അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. അവരുടെയൊക്കെയും ഖബറുകളിൽ നീ സ്വർഗീയമായ നിലാവിൻ്റെ ശാന്തി നൽകണേ അല്ലാ. ശാന്തി നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രാപ്തമാക്കിയ പ്രിയപ്പെട്ട പിതാവുൾപ്പെടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിനെ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഖബർ സ്വർഗമാക്കി തരണേ അല്ലാ. നാളെ വരുന്ന ഖബർ നീ ഞങ്ങൾക്കൊരു വന്യമായ കാലമാക്കല്ല റബ്ബേ. അവിടെ ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അതെല്ലാം നീ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തന്ന് അതെല്ലാം സുന്ദരന്മാരായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആനന്ദം നൽകുന്നവരാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഖബർ കൊണ്ട് പേടിപ്പിക്കല്ല തമ്പുരാനെ. നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. സ്വർഗം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. സ്വർഗത്തെക്കാളും നിന്റെ ഹബീബിൻ്റെ പൂമുഖം കാണാൻ അവിടുത്തെ ചാരേ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നിന്റെ നിലാവ് പൊഴിയുന്ന നിന്റെ ലിഖായിനായി ഞങ്ങൾ കൊതിക്കുന്നു റബ്ബേ. അതിനായി ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അതിനൊരു അമലും ചെയ്യാത്ത കപടന്മാരെങ്കിലും റബ്ബേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ ഈമാനിൻ്റെ വെളിച്ചം തന്ന് നിന്റെ ലിഖായിൻ്റെ തൗഫീഖ് നൽകണേ റബ്ബേ. നിന്റെ ലിഖായിൻ്റെ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമദാനിൽ ഞങ്ങൾക്ക് ഈത്തപ്പഴം, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം, ഞങ്ങൾക്ക് വേണ്ട സമൃദ്ധമായ ആഹാരമെല്ലാം കിട്ടപ്പെടുമ്പോഴും ഇതൊന്നും കിട്ടാതെ ഈത്തപ്പഴത്തിൻ്റെ വിളഭൂമിയായ ഫലസ്തീനിലെ ഗസയിലെ കുഞ്ഞുങ്ങൾ നിരന്തരം ഓടുന്നു തമ്പുരാനെ. അവരുടെ ശത്രുവിനെ നീ നശിപ്പിക്കണേ അല്ലാ. ആ ശത്രുവിനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. യുദ്ധമില്ലാത്ത സമാധാനമുള്ളൊരു ലോകം തരണേ അല്ലാ. ലോകത്ത് മനുഷ്യർ മരിച്ചു പോകുന്ന, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന, ഹൃദയഭേദകമായിട്ടുള്ള വലിയ അർത്ഥത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചു പോകുന്ന ഭീകരമായൊരവസ്ഥയിലേക്ക് യുദ്ധത്തെ നീ നീട്ടല്ല തമ്പുരാനെ. ഒരു നാടിൻ്റെ അതിൻ്റെ പ്രഗത്ഭനായ നായകനെ, അതിൻ്റെ പ്രഗത്ഭനായ ആധ്യാത്മിക ആചാര്യനെ പോലും കൊന്നുകളയുന്ന
അതീവ നെറികെട്ട യുദ്ധങ്ങളിൽ നിന്ന് ആ യുദ്ധം തുടങ്ങി വച്ചവരെ പരാജയത്തിലേക്ക് നീ വലിച്ചു കൊണ്ടുപോകണേ അല്ലാ. റഹ്മാനേ, നീ ഗസയിലെ കുഞ്ഞുങ്ങൾ ഇന്നും അനുഭവിക്കുന്ന തീരാവേദനകൾ അല്ലാഹുവേ, ഇറാനിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും കുഞ്ഞുങ്ങളും അത് അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവിടെയൊക്കെയും യുദ്ധം വിതച്ചു വച്ചിട്ടുള്ള വല്ലാത്ത കെണികൾ കണ്ടവരാണ് റഹ്മാനേ. ആ അവസ്ഥ ഇനിയും നീ വരുത്തല്ല തമ്പുരാനെ. കാല് ഛേദിക്കപ്പെട്ടവർ, കൈകൾ ഛേദിക്കപ്പെട്ടവർ, ശരീരമില്ലാത്ത, ശരീരത്തിൻ്റെ പല അവയവങ്ങളുമില്ലാതെ പോയ കുഞ്ഞുമക്കൾ, കണ്ണു തെറിച്ചു പോയവർ, ബോംബ് ചിതറിത്തെറിക്കുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അടർന്നു പോയ കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു ജീവിക്കുന്ന കാഴ്ചകളാണ് ഞാൻ ഇങ്ങനെ ഖത്തറിലെ അവരുടെ ക്യാമ്പിലെ പിന്നെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ കണ്ട ആ കാഴ്ച എപ്പോഴും വേദനയോടെ ഓർക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ആ അവസ്ഥയിലേക്ക് റഹ്മാനായ അല്ലാഹുവേ ഇനിയും കുഞ്ഞുങ്ങളെ നീ വരുത്തല്ല റബ്ബേ. 18,000 കുഞ്ഞുങ്ങളാണ് ഇസ്രയേലിൻ്റെ ബോംബിങ്ങിൽ മരിച്ചു പോയതെങ്കിൽ അതൊരു കണക്ക് മാത്രമാണ്. അതിനേക്കാൾ വലിയ കണക്കുകളുണ്ടാകും റബ്ബേ. ഇനിയും അതിനനുവദിക്കാത്ത വിധം അവനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അമേരിക്കയെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ദ്വാർക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.